ശ്രീ എം ജയചന്ദ്രൻ, അത് മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിയിരുന്നത് കൂടുതൽ കാലവും ആരായിരുന്നു എന്ന് അറിയാവുന്നതാണ്. അത് LDF ആയിരുന്നു. പരസ്യമായിട്ടുള്ള പിന്തുണയായിരുന്നു ഇത്. എത്രയോ പ്രസ്താവനകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്. തിരുവമ്പാടി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന, അതിനുശേഷം 2011 കൂടിക്കാഴ്ച ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഇപ്പോൾ നിഷേധിക്കുന്നുണ്ട്. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പറയുന്നത് അന്നവർ തന്നതാണ്, ഞങ്ങൾ വാങ്ങി അത്രയേ ഉള്ളൂ എന്നാണ്. അങ്ങനെയൊന്നും അല്ല എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ LDFനും ഇതിന് അവകാശമില്ല. ഈ വെൽഫെയർ പാർട്ടി UDFനെ പിന്തുണയ്ക്കുമ്പോൾ UDF ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു, അല്ലെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുവാൻ. പക്ഷേ ഇപ്പോൾ അതിനുള്ള ആർജവും കാട്ടിയെന്നുള്ളത് മറ്റൊരു കാര്യം. ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കാൻ, കിട്ടാത്ത കാര്യമാണ്, അതുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. എങ്കിൽ പോലും മഞ്ജുഷ, ഇതില് നമ്മൾ സംസാരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ പറ്റിയാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒന്നിലധികം മുഖങ്ങൾ ഉണ്ടെന്ന് ആദ്യമേ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അത്ര ഒരു ചർച്ച തുടങ്ങണമെങ്കിൽ തന്നെ അടിസ്ഥാനപരമായ ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ നിർണായകമായ സംഗതി എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് മതസംഘടനയാണ്. അത് അംഗീകരിച്ചുകൊണ്ടല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കും മുമ്പോട്ട് പോകാനേ കഴിയില്ല. അത് ആദ്യം അംഗീകരിക്കണം. ജമാഅത്തെ ഇസ്ലാമി ഒരു മതസംഘടനയാണ്. അത് പിന്നെ ഈ സ്വാതന്ത്ര്യാനന്തരമാണ് രൂപീകരിക്കപ്പെടുന്നത്, നമുക്കറിയുന്നത് പോലെ. എന്നാൽ ആ ദീർഘകാലം, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ദീർഘകാലങ്ങളിൽ പിന്നെ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ള നിലപാട് സ്വീകരിച്ച മതസംഘടനയായിരുന്നു അത്. 1977 അടിയന്തരാവസ്ഥ കഴിഞ്ഞ ശേഷം നടന്ന തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന്റെ അമിതാധികാര പ്രവണതയ്ക്കെതിരെ എന്നുള്ള പേരിൽ ബാക്കി പ്രതിപക്ഷത്തുള്ള എല്ലാവരുമായിട്ടും സഹകരിക്കുന്നതിന് ജമാഅത്തെ ഇസ്ലാമി തയ്യാറായി. അവർ കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ്, പ്രത്യയശാസ്ത്രപരമായി. രാഷ്ട്രീയമായല്ല ഞാൻ പറയുന്നത്, ഐഡിയോളജിക്കലി അവർ ആന്റി കമ്മ്യൂണിസ്റ്റുകളാണ്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജി എന്ന് പറയുന്നത്. പക്ഷെ അവരുടെ ഈ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് എന്നത് വേറൊന്നാണ്. ആ രണ്ടും രണ്ടായിട്ട് തന്നെ കാണുകയും വേണം. അങ്ങനെയാണ് അവർ ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പിന്നെ ബാന്ധവങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നാൽ പിന്നീട് പറയുന്നത് എന്താണ്? പിന്നീട് ഈ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം, തത്വാധിഷ്ഠിത രാഷ്ട്രീയം, അത്തരം വ്യക്തികള്, അഴിമതി വിരുദ്ധത, ഇത്തരം വ്യക്തികള്, അങ്ങനെ വ്യക്തികളെ കേന്ദ്രീകരിച്ച് നമുക്ക് വോട്ട് ചെയ്യാം. അത് 85-ന് ശേഷമാണ് വരുന്നത്. 85 വരെ അതും വരുന്നില്ല. 77-ലെ ഒരു ഇടക്കാലം ഒഴിച്ചു നിർത്തിയാൽ 85 വരെ, 85 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് അവർ ഈ വ്യക്തികൾക്ക് മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് മുമ്പോട്ട് വരുന്നത്. അപ്പൊ പിന്നെ UDFിൽ മാത്രമല്ല LDFിൽ പെട്ടവരെയും അവർ ഈ വ്യക്തിപരമായ താല്പര്യം മുൻനിർത്തി സഹായിക്കുന്നു. അപ്പോഴും അവരുടെ പിന്നെ ഐഡിയോളജി ആന്റി കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ അവർ മറ്റു പലതിനും പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് തന്നെ. അങ്ങനെയാണ് വരുന്നത്. അതിനുശേഷം പിന്നീട് 2011-ൽ വെൽഫെയർ പാർട്ടി രൂപീകരിക്കപ്പെടുന്നത്. വെൽഫെയർ പാർട്ടി രൂപീകരിക്കപ്പെട്ടതിന് ശേഷം 2014-ൽ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം 2016-ൽ നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ്, ഇത് രണ്ടിലും വെൽഫെയർ പാർട്ടി ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുകയായിരുന്നു, ഓർക്കുന്നില്ലേ? അപ്പൊ ആ തരത്തിൽ അവർ പിന്നെ ഈ കാലാകാലങ്ങളിൽ എന്താണ് അവരുടെ നിലപാടുകൾ എന്നുള്ളതിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രാഷ്ട്രീയമായി പല അഡ്ജസ്റ്റ്മെന്റുകളും തയ്യാറായിട്ടുള്ളപ്പോഴും ആ അങ്ങേയറ്റത്തെ വലതുപക്ഷ സ്വഭാവമുള്ള ഒരു സംഘടന, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുള്ള സംഘടന എന്നുള്ള നിലയിൽ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമി സ്വയം അടയാളപ്പെടുത്താൻ എക്കാലവും ശ്രമിച്ചിട്ടുള്ളത്. അതിന് അവർ വെള്ളം ചേർത്തിട്ടില്ല എന്നതിന് പറയേണ്ടി വരും. പിന്നെ അവർക്ക് ഒരുപാട് ഈ സ്ത്രീകളുടെ സംഘടനയുണ്ട്, യുവാക്കളുടെ സംഘടനയുണ്ട്, ദളിതുകളുടെ സംഘടനയുണ്ട്, സന്നദ്ധ പ്രവർത്തകരുടെ സംഘടനയുണ്ട്. അങ്ങനെ നിരവധി സംഘടനകൾ, അതിന്റെ മുന്നണികൾ, അതിൽപ്പെട്ട കേരളത്തിൽ തന്നെ മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് പാർട്ടികളെ. പക്ഷെ നമ്മുടെ അറ്റ കൈക്ക് കോൺഗ്രസ് നേതാക്കൾ പറയും. ഇപ്പോൾ റോണി കെ ബേബി ഇവിടെ പറയുന്നുണ്ട്, വെൽഫെയർ പാർട്ടിയാണ് ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നത്, അത് ജമാഅത്തെ ഇസ്ലാമി അല്ല എന്ന്. ആ വാദം താങ്കൾ അംഗീകരിക്കുമോ? ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അത് ഞാനതാണ് പറയുന്നത്. ഈ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് അവരുടെ ഇപ്പം RSS എന്ന് പറയുന്നത് അംബ്രല ഓർഗനൈസേഷൻ ആണ്. RSS എന്ന് പറയുന്നത്, RSS എന്ന അംബ്രലയുടെ കീഴിൽ BJP ഉൾപ്പെടെ 73ഓളം സംഘടനകൾ ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിന് നേതൃത്വം നൽകുന്നതും ആശയപരമായ ബൗദ്ധികമായ നേതൃത്വം നൽകുന്നതും അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നതും എക്കാലവും RSS ആണ്. അതുപോലെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിലെ അതിന്റെ ഒരു ചെറു രൂപമാണ്, ചെറു പതിപ്പാണ് ജമാഅത്തെ ഇസ്ലാമി.
അതിന്റെ കീഴിൽ വെൽഫെയർ പാർട്ടി അടക്കമുള്ള നിരവധി സംഘടനകൾ പിന്നെ കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ കുറച്ച് ശക്തിയുള്ള സ്ഥലമാണ് കേരളം എന്നുള്ള വ്യത്യാസമാണുള്ളത്. അതുകൊണ്ട് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചാൽ ഐഡിയോളജിക്കലി അവിടെ ചില നിലപാടുകളിൽ അവർക്ക് ആ കാർക്കശ്യമുണ്ട്. ഞാൻ പറഞ്ഞ ഐഡിയോളജിക്കലി കാർക്കശ്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, ആന്റി കമ്മ്യൂണിസ്റ്റ് എന്നുള്ളതിൽ. പക്ഷെ പൊളിറ്റിക്കലി വരുമ്പോഴത്തേക്ക് അവർ എന്ത് അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാവും. അതായത് സി പി എമ്മിന് അവർ പിന്തുണ അടുത്ത കാലത്ത് നൽകിയിട്ടുണ്ട്. കാരണം സിക്കാർ മണ്ഡലത്തിൽ രാജസ്ഥാനിൽ CPM ആണല്ലോ മത്സരിച്ചത്, ജയിക്കുകയും ചെയ്തു ആത്മാറാം. അപ്പോൾ അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഉണ്ടായിരുന്നു. അതിന് പിന്നീട് അദ്ദേഹം നന്ദി പറയുകയുണ്ടായി, വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ പോയി നന്ദി പറയുകയും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് മഞ്ജുഷേ, നമ്മൾ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെങ്കിൽ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ചർച്ച ചെയ്യണം. സിക്കാർ മണ്ഡലത്തിലെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന രീതിയിലല്ലേ അത് ഇന്ത്യ അല്ലല്ല, അത് രാജസ്ഥാനിൽ ഇവിടെ ഒന്ന് തന്നെയല്ലേ? അല്ല അത് വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ജവാദ് അങ്ങനെ വ്യത്യാസമുണ്ടോ? ജവാദ് അങ്ങനെ വ്യത്യാസമുണ്ടോ? അല്ല, ജവാദല്ല, അദ്ദേഹത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ട് അല്ലല്ല, ഇത് ഇവര് തന്നെയല്ലേ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതും? ഞാൻ എന്റെ നിലപാടിന് വ്യക്തമാക്കിക്കോട്ടെ. കേരളത്തിൽ ആഴത്തിൽ വേരുകൾ പടർത്തി നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തിനാണ് പിന്തുണ നൽകിക്കൊണ്ടിരുന്നത് ഇതിനു മുൻപ്? അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഈ രാഷ്ട്രീയമായി പ്രത്യയശാസ്ത്രം ഒന്ന്, രാഷ്ട്രീയം മറ്റൊന്ന്. അങ്ങനെയാണ് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഈ ഞാൻ മുമ്പേ പറഞ്ഞ RSSന്റെ അടക്കം, ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ അടക്കം നിലനിൽപ്പെല്ലാം അങ്ങനെയാണല്ലോ. ഈ BJPയും ജമാഅത്തെ ഇസ്ലാമും കൂടെ ഒന്നിച്ചേർന്നാണല്ലോ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ മുഹമ്മദ് യൂസഫ് തരിഗാമിയെ ജമ്മു കാശ്മീരിൽ നേരിട്ടത്. അതറിയില്ല മഞ്ജുഷന്? അതെങ്ങനെയാണ് അവർ രണ്ടുപേരും ഒന്നിക്കുന്നത്? എങ്ങനെയാണ് ഒന്നിച്ചാവുന്നത്? അപ്പൊ അതല്ല പ്രശ്നം. ഐഡിയോളജി ഒരു വർഷം നിൽക്കുമ്പോഴും പൊളിറ്റിക്കലി എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് നടത്തണമോ, എന്തൊക്കെ അളവനങ്ങൾ ഉണ്ടാക്കണമോ, അതൊക്കെ ഇത്തരക്കാർ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അതിൽ പലപ്പോഴും രാഷ്ട്രീയ കക്ഷികൾ വീണു പോകാറുണ്ട്, ചിലരെ കരകയറാറുണ്ട്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഇവിടെ ഇപ്പോ CPM-നെ സംബന്ധിച്ചോളം പിന്നെ ആന്റി വെൽഫെയർ പാർട്ടിയാണ് അവരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്. അത് പൊളിറ്റിക്കൽ സ്റ്റാൻഡായിട്ട് അവർ സ്വീകരിച്ചിരിക്കുന്നു. അത് ശരിയോ തെറ്റോ എന്നുള്ളതിനെ പറ്റിയാണ് സതീശൻ എപ്പോഴും തർക്കിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ മതവർഗീയ പിന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് അതൊന്നും മാറ്റാൻ കഴിയില്ല. അത് അടിസ്ഥാനപരമായ പ്രബോധനങ്ങളിൽ പ്രത്യയശാസ്ത്രത്തിൽ ഊന്നു നിൽക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളാണ് അതൊക്കെ. പക്ഷെ അതൊന്നും വേണ്ട. നമുക്കിപ്പോ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിച്ചാൽ മതി. അവർക്ക് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ വനിതാ സംഘടനയിൽ ഒരു മുസ്ലിം സംഘടന, മുസ്ലിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന അവരുടെ GIO എന്ന് പറഞ്ഞ വനിതാ സംഘടനയെ കുറിച്ച് ഒന്ന് നോക്കൂ, ഒന്ന് അന്വേഷിച്ച് നോക്കൂ മഞ്ജുഷേ. മുസ്ലിം സ്ത്രീ സമൂഹത്തിനിടയിൽ വളരെയധികം പിന്നെ അക്സസിബിലിറ്റി ഉള്ള പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമായിട്ട് ഇത് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ പലപ്പോഴും അവരുടെ നിലപാടുകളുമായിട്ട് പുറത്തു വരുന്നില്ലായിരിക്കാം. പക്ഷേ ആ സംഘടന മുസ്ലിം സ്ത്രീകൾക്കിടയിൽ വളരെ വലിയ തോതിൽ വികാസം പ്രാപിച്ചിട്ടുണ്ട് എന്ന് കാണുന്നവരാണ് ഞാൻ. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജവാദ് മുസ്തഫാവി, ശ്രീ M ജയചന്ദ്രൻ പറഞ്ഞതിൽ താങ്കൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ള ഘടകങ്ങളുണ്ടോ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.